അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ബുറൈദ നോർത്ത് സൈഡിലുള്ള നൈറ്റ് സ്ട്രീറ്റിലൂടെ. സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകൾ അവരുടെ രാത്രികാലങ്ങൾ ചെലവഴിക്കാനെത്തുന്ന ഒരു ഇടം കൂടിയാണ് ബുറൈദയിലെ നൈറ്റ് സ്ട്രീറ്റുകൾ. ഈ നൈറ്റ് സ്ട്രീറ്റുകളെ മറ്റുള്ള സ്ട്രീറ്റുകളിൽ നിന്ന് വിഭിന്നമാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ആകർഷണീയമായ അല്ലെങ്കിൽ മനോഹരമായ ഫുഡ് സ്ട്രീറ്റുകളും അതേപോലെ തന്നെ കോഫി സ്ട്രീറ്റുകളുമാണ്. നമ്മൾ ഇന്ന് ഇവിടുത്തെ പരമ്പരാഗതമായ ഒരു കോഫി സ്ട്രീറ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ നടത്തിപ്പുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. مدير كم فلوس هنا يجلس؟ كم فلوس يجلس؟ 5 ريال عشان اصور فيديو يجي عشان يوتيوب يوم المباراة 5 أهلا وسهلا سوا في هذه القناة من الشاهي الإسكان. في هذا كم سنة موجود هنا هذا؟ يوم المباراة بس نعمة وسوم على واحد احتمال 5 أو 10 مع الشاهي بالطلاق. أما الأيام الثانية جلسات مجانية. يجلس كل شيء يعني تشوف مكان يطلب شاهي. عندنا مثل ما قلت وقت بلوت سوني جلسات نبيع هنا شواهي مكسرات كسفه قباتي مطبع بطاطس سمبوسه كل شيء موجود. نعم. ادفع حارات اوريك عمرك ما شفت. ايش اسمك انت؟ من الاخر سير مصر. نعم والله هذا يوتيوب تدفع اوريك عمرك ما شفت. لا ان شاء الله عشان اصور كل شيء ان شاء الله يرجع. ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന ദിവസം വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. കാരണം ഇന്നിവിടെ ഫുട്ബോൾ ഈവന്റ് നടക്കുകയാണ്. സൗദി സൂപ്പർ ലീഗിന്റെ അൽ നാസർ അതേപോലെ അൽ അഹ്ലി മാച്ച് നടക്കുകയാണ്. അപ്പോൾ വളരെ റഷാണ് ഇവിടെ. അതായത് റോഡും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ സീറ്റിങ്ങും വളരെ റഷാണ്. ഇവിടെ എന്റർടൈൻമെന്റ് ഏരിയ കൂടിയുണ്ട്. ടെലിവിഷൻ സ്ക്രീനിൽ ഫുട്ബോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സ്വദേശികൾ പൊതുവെ ഇവിടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് വരിക. അവർക്ക് കൂട്ടമായി, അതായത് സോഷ്യൽ ഗാദറിംഗ് ആണ് മെയിനായിട്ട്. കൂട്ടം കൂടി അവരുടെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഡ്രങ്കാണ് കളിക്കുക, അതേപോലെ ഫുട്ബോൾ മാച്ച് കാണുക. ആ കൂട്ടത്തിൽ അവർ കോഫി ഷോപ്പിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഇവിടെ വന്ന് ഇരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. ഈ കോഫി ഷോപ്പുകളുടെ ബിസിനസിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇരിപ്പിടങ്ങളാണ്. അറേബ്യയുടെ പഴമയും ആധുനികതയും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ആകർഷണീയമായ ആർക്കിടെക്റ്റാണ് ഇതിനകത്ത് അവർ സമന്വയിപ്പിച്ചിരിക്കുന്നത്. ഈ അറേബ്യൻ കോഫി അഥവാ ഗാവ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഗാവ എന്നാണ്. അപ്പോൾ ഈ ഗാവ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സംസ്കാരത്തോട് അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാനീയമാണ് ഗാവ. ഈ കോഫിയുടെ ഉൽപാദനം അല്ലെങ്കിൽ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയാമോ? എല്ലാവരും വെസ്റ്റേൺ കൺട്രീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ആവിർഭാവം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എത്യോപ്യയിൽ നിന്നാണ്. എത്യോപ്യയിലെ മലനിരകളിൽ ആണ് ഈ കോഫി അഥവാ ഗ്രൗണ്ട് ബീൻസ് ഉടലെടുത്തത്. അവിടെ നിന്ന് ചരിത്രകാലം മുതൽക്കേ അവിടെ നിന്ന് ഇതിന്റെ പാരമ്പര്യം വരുന്ന രാജ്യമാണ് എത്യോപ്യ. ഗോളടിച്ചതിൻ്റെ ആഘോഷമാണ്, അൽ നാസറിന്റെ ഗോളാഘോഷമാണ് ഇവിടെ കാണുന്നത്.
എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൗദി കുറേ നേരം കൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലായില്ല. അവനത് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എൻ്റെ വീഡിയോ എടുക്കരുത്. ഞാൻ പറഞ്ഞില്ല. വീഡിയോ എടുക്കുമെന്നൊന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു നിങ്ങളുടെ ചാനൽ ഏതാണെന്ന് ചോദിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്നോട് പറഞ്ഞു 1 മില്യൺ സബ്സ്ക്രൈബർ ആവട്ടെ, ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അവൻ്റെ കുടുംബത്തിൽ തന്നെ 19 പേരുണ്ട്. കാരണം സൗദികൾ അറിയാമല്ലോ ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോളാം, ഇതിൻ്റെ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്തിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പുരാതനമായ കോഫി സ്റ്റേറ്റ്. ഇത് ഇവിടുത്തെ ചെയറിങ് സിറ്റിങ്ങും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതായത് ഇവിടുത്തെ ചെയറിങ് അല്ലെങ്കിൽ അവിടെ ഇരിപ്പിടങ്ങളാണ് ഇവിടുത്തെ ആകർഷണീയമായ അനുഭവം നൽകുന്നത്. അതായത് നമ്മുടെ മജ്ലിസ് പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഇരിപ്പിടം ഒരുക്കുന്നത്. ഇത് പുരാതനമാണ്. ആധുനികമായിട്ടുള്ള കോഫി ഷോപ്പുകൾ ഇനിയുണ്ട്, നമുക്ക് കാണാം. റോഡിന്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്നാക്സ് സ്ട്രീറ്റ്. അവിടെ കാണാം. इसका नाम क्या है? ലുക്കിമാത്തൽ ഗൈമ. ലുക്കിമാത്തൽ ഗൈമ ചീസിൻ്റെ ഫ്രൈ ആണ്. 18 റിയാലിന് നമുക്കിവിടെ അവൈലബിൾ ആണ്. ये कितना साल से है इधर? 1 साल से. ये वो स्ट्रीट कितना साल से? वो बहुत साल से है. वो पुराना है. आज फुटबॉल मैच है इसलिए बहुत बिजी है. जुमा है इसलिए हर दिन इधर बहुत जगह कस्टमर आता है. ये क्या चीज़ है? ये भी जुबिन का है. दूसरा है हलावा कुछ इधर. समोसा ऐसा वाला वो कितना है? कितना? वो चिकन का है और जुबिन का है. അത് ഫ്രയറാണ്. ഫ്രയറിനകത്ത് അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നതാണ്. എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. ये क्या चीज़ डाला? वो ब्लैक हाँ सेम सीड्स है. वो उसमें थोड़ा क्या डाला पहले? ഇത് തേൻ ഒഴിച്ചിട്ട് അതിനകത്ത് എള്ളാണ്, കറുത്ത എള്ള് വെള്ള എള്ള് ഇട്ടിട്ട് ഫോർക്ക്. ഇതാണ് ടേസ്റ്റ്. ജുബിൻ, ഹലാവ, എള്ള് ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ലുക്കിമാത്ത് എന്ന് പറയുന്ന കടയാണ്. ഓക്കെ, आपका नाम क्या है? हुसैन. किधर का है? बांग्लादेश. आप और आप बांग्लादेश का है. ओके ठीक है इंशाल्लाह.
ആ കടയിൽ നിന്നാണ് എനിക്ക് ഫ്രീ ആയിട്ട് ലുക്കിമാത്ത് കിട്ടിയത്. ജുബിനും മധുരം വെച്ചിട്ടുള്ളൊരു പ്രത്യേക തരം സ്നാക്കാണ്. ഇതേപോലെ ഒരുപാട് സ്നാക്സ് ഇവിടെ, പല വെറൈറ്റി സ്നാക്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സൗദികൾക്കിടയിൽ പ്രചാരത്തിലുള്ളത് കൂടുതലും ജുബിൻ വെച്ചിട്ടുള്ള മധുരം ഉള്ള സാധനങ്ങളാണ്. ജുബിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഈ അറേബ്യൻ കോഫി അഥവാ ഗാവ നമ്മൾ സാധാരണ കുടിക്കുന്ന ഒരു കോഫി അല്ലെങ്കിൽ ഒരു പാനീയമല്ല ഈ സാധനം. അറേബ്യയുടെ മൊത്തം അതിഥി സൽക്കാര വേദികളിലും അതുപോലെ സാംസ്കാരിക മൂല്യവും സാംസ്കാരിക പൈതൃകവും പേർന്ന ഒരു പാനീയമാണ് ഇത്. സമൂഹത്തിൽ ഇപ്പം വിവാഹം അല്ലെങ്കിൽ അതിഥി സൽക്കാരം അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ ഫംഗ്ഷനുകൾ, ചെറിയതും വലുതും ഏത് ഫംഗ്ഷനായാലും അറേബ്യയിൽ ഉടനീളം ഗാവയാണ് ഫസ്റ്റ് അവരുടെ പ്രയോറിറ്റി. ഗാവ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡേറ്റ്സ് അല്ലെങ്കിൽ മാമൂല് എന്ന് പറയുന്നത് ഒരു കേക്ക്, അതായത് അകത്ത് ഡേറ്റ്സിന്റെ കുഴമ്പ് പോലിരിക്കുന്ന സാധനമുണ്ട്, ഈത്തപ്പഴത്തിന്റെ, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് മാമൂല്. ഇതിൽ ഏതെങ്കിലും ഒരു സ്വീറ്റ് അതിന്റെ കൂടെ, കാരണം ഈ ഗാവ എന്ന് പറയുന്ന ഒരു സ്പൈസി ഒരു ഡ്രിങ്കാണ്. അപ്പം ആ കോഫിയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഈത്തപ്പഴം അല്ലെങ്കിൽ മാമൂല്. ഇങ്ങനെയാണ് അതാണ് ഇവരുടെ സംസ്കാരം. അത് ഈ പ്രത്യേകിച്ച് ബദൂവിയൻ ഗോത്രങ്ങൾക്കിടയിൽ അവരുടെ ഈ പണ്ട് ഇവിടെ കോടതി നിയമപരമായിട്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അടിപിടി അല്ലെ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ സൗദികൾക്കിടയിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട്, പിടിച്ച് രണ്ടും, അതായത് എത്ര അടി ഉണ്ടായാലും അവസാനം മുത്തം കൊടുത്ത് ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നവും മാറും. പിന്നെ അവർ എവിടെയും പോയി ഒരു സോഷ്യൽ ഗാദറിംഗോ എവിടെയും പോയി കൈമയിലോ എവിടെയും പോയി ഒത്തുചേർന്ന് ഗാവ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നവും തീരും. അതാണ് അറബികൾക്കിടയിൽ എത്ര അടി ഉണ്ടാക്കിയാലും അവർക്ക് ഈ ഗാവ പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു മുത്തം കൊടുത്ത് ഗാവയിൽ കുടിച്ചാൽ അവരുടെ പ്രശ്നം തീരും. അതായത് സോഷ്യൽ ഡിസ്പ്യൂട്ട് മാറ്റുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിലാണ് ഗാവ അറിയപ്പെടുന്നത്. ഈ ഗാവയുടെ പ്രത്യേകത അത് തയ്യാറാക്കുന്ന രീതി തന്നെയാണ്. കാരണം ഇത് ഉണ്ടാക്കുന്ന സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പാത്രത്തിൽ ഇട്ട് വെള്ളം വെച്ചിട്ട് തിളച്ച് കഴിയുമ്പം പൊടിയിട്ട് ഇങ്ങനെ ഗാവായി. പക്ഷെ ഉണ്ടാക്കുന്ന ആ പാത്രത്തിന്റെ ഒരു പേരുണ്ട്, അത് ദല്ല എന്ന് പറയുന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ആ പാത്രത്തിന്റെ പേര് ദല്ല എന്നാണ്. പണ്ടൊക്കെ ഓപ്പൺ ഫയറിലാണ്, ബദൂവിൻ ഗോത്രങ്ങൾക്കിടയിൽ ഓപ്പൺ ഫയറിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ മാറി ഇപ്പം ഇലക്ട്രിക് കെറ്റിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന പാത്രമുണ്ട്, ചെറിയൊരു കപ്പുണ്ട്, സെർവ് ചെയ്യുന്ന ഗ്ലാസ് ചെറുത്, അതിന് പറയുന്ന പേര് ഫിൻജാൻ എന്നാണ്. ഫിൻജാൻ. അപ്പൊ അതാണ് ഇവരുടെ സംസ്കാരം.